പറയുന്നില്ല, വെറും പൈങ്കിളിയാണ്. ഇവിടെ ക്രിസ്ത്യാനികളുടെ മതപരിവർത്തനം നടത്തുന്നില്ല. ഇപ്പോൾ ജനം ടിവിയുടെ വാർത്തയിൽ വിരളി പൂണ്ടുകയാണ് ഈ പാസ്റ്റർ ബിനു വാഴമുട്ടം. ഹിന്ദു ഐക്യവേദിയും ജനം ചാനലും വ്യക്തമായിട്ടൊന്ന് കേൾക്കണം ഈ വിഷയം. പാസ്റ്റർ ബിനു വാഴമുട്ടത്തെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. സുവിശേഷ പ്രചാരണത്തിന്റെ മറവിൽ നടക്കുന്നത് സംഘടിത മതപരിവർത്തനമാണ്. മതപരിവർത്തനം നടത്തിയ എന്താ കുഴപ്പം? അത് എന്റെ സ്വാതന്ത്ര്യമാണ്. ക്രിസ്ത്യാനികളെ ഇവിടെ മതപരിവർത്തനം നടത്തുന്നു എന്ന് ഈ ഹിന്ദു ഐക്യവേദിയും ജനം ചാനലും കൊട്ടിക്കൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മതപരിവർത്തന ലോബിയെ ഒന്ന് തൊടാൻ പോലും കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ മടിക്കുകയാണ്. ഇപ്പൊ ഭയങ്കര പരാതികളെല്ലാം പോയിട്ടും പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല. ഈ പരാതി ആര് കൊടുത്തു, എവിടെ കൊടുത്തു? ഈ ജനം ചാനലും നിങ്ങൾ കൊണ്ടുവരുന്ന കുറച്ച് ഡൂക്കളി പിന്നെ പയ്യന്മാരും കുറച്ചവരെല്ലാരും കൂടെ ചേർന്ന് അങ്ങനെ ചെയ്തു. സാറെന്നെ നുള്ളി, സാറെന്നെ എനിക്ക് ആരൊക്കെയൊന്നുമില്ല ഇന്ന് നേസറില്ല പിള്ളേർ പറയും പോലെയൊക്കെ ബിറ്റായിട്ട് ഓരോ വീഡിയോ ഇട്ട് പരാതി, ഭീഷണി, അത് കൊലവിളി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇടുന്നതിന് ഇതിനെയൊക്കെ ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടി ഈ പോലീസ് വിഭാഗവും നിയമവ്യവസ്ഥയും അത്ര വിവരം കേട്ടവരോ? ഇതുകൂടെ നിനക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ. എനിക്ക് രാവിലെ ക്രിസ്ത്യാനിയും ഉച്ചയ്ക്ക് ഹിന്ദുവും വൈകുന്നേരം സിഖും പിന്നൊരു സമയത്ത് മുസ്ലിമും ഒക്കെ ആകാനുള്ള അത് എന്റെ അവകാശമാണ്. പക്ഷേ സംഘടിത മതപരിവർത്തനത്തിൽ കേന്ദ്ര സർക്കാർ നടപടികൾ കർക്കശമാക്കിയ സമയമാണിത്. ഈ മതപരിവർത്തനം എന്ന് പറഞ്ഞു ഞാൻ പറയട്ടെ, ഈ ക്രിസ്ത്യാനികൾ എവിടെയാണ് മതപരിവർത്തനം ഭരണഘടനയ്ക്ക് എതിരായ നിലയിൽ നടത്തുന്നത്? ഭരണഘടനയ്ക്ക് അധീനതയിൽ മതത്തെ വിശ്വസിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യം, അതിന്റെ അകത്ത് നിന്നാണ് ക്രിസ്ത്യാനികൾ ഇവിടെ പ്രവർത്തനം നടത്തുന്നത്. മനസ്സിലായില്ലേ? അത് എന്റെ സ്വാതന്ത്ര്യമാണ്. മതം മാറ്റം എൻ്റെ അവകാശമാണ്. എൻ്റെ വിശ്വാസം അത് രാഷ്ട്രീയമായാലും മതപരമായാലും അത് മറ്റൊരാൾക്ക് മറ്റൊരാളോട് പറയുക, അയാളെ അതിന്റെ സ്വാധീനത്തിൽപ്പെടുത്തുക, അതല്ലേ പൊളിറ്റിക്സ്. ജനം ഡിബേറ്റ് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ അതിഥികളായി എത്തുന്നത് BHP സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളയിൽ, നാഷണൽ ലീഗ് പ്രതിനിധി ഹാഷിം അരിയിൽ, അഭിഭാഷകൻ അഡ്വക്കേറ്റ് KJ മനു, പരാതിക്കാരിയും ഡിജിറ്റൽ ക്രിയേറ്ററുമായ രേഖ സ്നേഹപ്പറ്റ എന്നിവരാണ്. ഒരു ചർച്ചയ്ക്കും പ്രസക്തിയില്ല. ഇതിൽ ആർക്ക തർക്കം? അതൊരു പൗരന്റെ മൗലിക അവകാശമാണ്. അത് അംഗീകരിക്കാതെയുള്ള ഒരു ചർച്ചയ്ക്കും പ്രസക്തിയില്ല. അല്ലാതെ ഞങ്ങൾ ആ ടൈപ്പല്ല, വേറെ ആരോ ആണ് എന്ന് പറയുന്നതിന് അതൊരു വലിയ കെണിയുണ്ട്. അത് BJPയുടെയും RSSന്റെയും വാദം അംഗീകരിച്ചു കൊടുക്കലാണ്. വിവാദങ്ങൾക്ക് തിരികൊളുത്തിക്കൊണ്ടാണ് പാസ്റ്റർ ബിനു വാഴമുട്ടത്തിന്റെ പുതിയ വീഡിയോ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് മുസ്ലിം വിശ്വാസികളെയും വ്യാപകമായി മതപരിവർത്തനം ചെയ്യുന്നുവെന്ന് വീഡിയോ പറയുന്നുണ്ട്. ബിനു വാഴമുട്ടം കഴിഞ്ഞ ദിവസം ആരെയൊക്കെ മതപരിവർത്തനം നടത്തുന്നു, ഇപ്പൊ അവർക്ക് ഒരു മുസ്ലിം സമുദായത്തിന്റെ ഒരു കൂട്ട് കിട്ടാൻ വേണ്ടി ഒരു മുസ്ലിം സഹോദരനെ മതപരിവർത്തനം, എവിടെ ആരുടെ എന്തിനാണിത്? ഒരു മുസ്ലിം വിശ്വാസിയെ മാനസാന്തരപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ അടങ്ങിയ വീഡിയോയാണ് പുതുതായി പങ്കുവച്ചത്. ആദ്യം നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ആള് മാറാൻ പോകുകയാ. ഒന്ന് കൈയടിച്ച് അധരമൊന്ന് തുറന്ന് യേശുവേന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന സകല ആളുകളും അല്പനിമിഷങ്ങൾ ആ രണ്ട് കരങ്ങളും അടിച്ച് യേശുവിനൊന്ന് നന്ദി പറയാൻ പറ്റുന്ന എല്ലാ ദൈവത്തിന്റെ മക്കളും കൂടെ ഒന്ന് കൈയടിച്ച് നന്ദി പറഞ്ഞു. ഞാനേ ഈ പ്രസംഗം എല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെയാ കണ്ടുകൊണ്ടിരുന്നത്. ദൈവം എന്നോട് പറഞ്ഞു, നീ ഒരു മുസ്ലിം വീട്ടിൽ നിന്നാ വരുന്നത്. ഇന്ന് രാവിലെ ഒരു പ്രവചനം, നിന്റെ ഉപ്പ എഴുന്നേക്കും. ദൈവം നിന്റെ ഉപ്പായെ സൗഖ്യമാക്കും. കൈയടിക്കാൻ പറ്റുന്നവരെല്ലാം ഒന്ന് കൈയടിച്ച് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാ ദൈവമക്കളും കൂടെ യേശുവേ എന്നൊന്ന് വിളിച്ച്. ഇപ്പോ TVയിലൊക്കെ പ്രഭാഷണങ്ങളോ മറ്റോ കേട്ടുകൊണ്ട് ഈ പാസ്റ്റർമാരെ വിളിക്കണേ ആരെന്ന് പറയാ. പാസ്റ്ററാണാ? പിന്നെ എന്റെ ചേട്ടന് വയ്യ, പലയിടത്തും കൊണ്ടുപോയി, ഒരു വിടുതലുമില്ല, ഒന്ന് പ്രാർത്ഥിക്കുമോ? അപ്പോ പാസ്റ്റർ നിങ്ങളുടെ സമുദായം ഇതൊക്കെ അല്ലേ, അപ്പോ നിങ്ങൾക്ക് വേറെ വിഷയമൊന്നും ഉണ്ടാവില്ലേ? അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല, ഞങ്ങൾക്ക് അവന്മാരൊന്നുമല്ല ചോര തരണത്, ഞങ്ങൾക്കൊന്നും കുഴപ്പമില്ല എന്ന നിലയിൽ ധൈര്യത്തോടുകൂടെ പള്ളിക്കകത്ത് കയറി വരുന്നവരെ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, ഞങ്ങൾക്ക് വേണ്ടി ഇടിൽ നിൽക്കണം. അമ്മമാരൊക്കെ ആരും ഒന്നും പറയാം, അമ്മമാരൊക്കെ വിഷയം വരുമ്പോൾ മാത്രം ഞങ്ങൾ സമുദായം എന്ന് പറയണേ, അല്ലാതെ ഞങ്ങളുടെ രോഗത്തിനോ ഞങ്ങളുടെ ആവശ്യങ്ങൾക്കോ ഞങ്ങൾക്കോ ഒരു പരിഹാരവും സാന്ത്വനമോ ഒരു വാക്കോ ഇതിനൊന്നും യുവന്മാർ ഒരുത്തനും വരുന്നില്ല. അപ്പോ എന്ന നിലയിൽ ഞങ്ങളുടെ പള്ളി തേടി ഒരുത്തം വന്ന് അവൻ എന്ത് ചെയ്യണമെന്ന് പറയടേ നിങ്ങൾ. ഈ ബിനു വാഴമുട്ടത്തിന്റെ റോഡിൽ നിന്നുള്ള ഏതെങ്കിലും മതപരിവർത്തനത്തിന്റെ വീഡിയോ ആണോ ഞാൻ എടുത്തിട്ടത്? അല്ലെങ്കിൽ യുവന്മാരെ വീട്ടിൽ പോയിട്ട് ഇങ്ങോട്ട് പാടാന്ന് പറഞ്ഞത് അവന്റെ പള്ളി തേടി വന്നു, ചർച്ച തേടി വന്നു. നിങ്ങളൊരു കാര്യം ചെയ്യ്, ഹിന്ദു ഐക്യവേദി, നിങ്ങൾ ഇങ്ങനെ വരുന്നവരെ ബോധവൽക്കരണം ചെയ്യും, അല്ലെങ്കിൽ ഇങ്ങനെ വരുന്നവർക്ക് ഇതിലും ഭേദമായ വിശ്വാസത്തിന്റെ അടിത്തറ അവർക്ക് കൊടു.
അതല്ലേ നല്ലത്. അല്ലാതെ ഇത് യവന്മാരായിട്ട് കൊലവിളി നടത്താനും അടിക്കാനും പിടിക്കാനും ഭീഷണിപ്പെടുത്താനും നിന്ന് കഴിഞ്ഞാൽ എതുവരെ നിൽക്കും? ഈ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടേ നിൽക്കും. അവരുടെ ഉള്ളത്തിനകത്ത് അവർക്ക് ഏൽക്കത്തക്ക വണ്ണമുള്ള ഒരു വിശ്വാസത്തിന്റെ അടിത്തറ, അവർക്ക് ഒരു പ്രത്യാശയുടെ അടിത്തറ, ജീവനും ഭക്തിക്കും ആരോഗ്യത്തിനും അനിവാര്യമായത് അവർക്ക് എവിടെ ലഭിക്കുന്നുവോ അവിടെ അവർ വേരുന്നു. അത് അത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റാത്ത നിങ്ങളുടെ അപര്യാപ്തതയല്ലേ ഇവരെല്ലാം ഇങ്ങനെ ചേക്കേറുന്നത്. ഇപ്പൊ ഇറങ്ങി നിങ്ങൾ ചർച്ചക്കാർ വരുന്നു, പക്ഷേ പ്രാർത്ഥിക്കണം, ഇറങ്ങി പോടാന്ന് പറയാൻ പറ്റുമോ? ഇദ്ദേഹത്തിന് നിങ്ങളെന്ന് പറഞ്ഞില്ല, ഇദ്ദേഹത്തിന്റെ മുസ്ലിങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇനിയിപ്പം അടുത്ത തലം ഞാൻ പറയട്ടെ, ഇപ്പൊ ഇവിടെ ആരെ കൂട്ടുപിടിച്ചെന്ന് പറഞ്ഞാലും നിയമം ഇപ്പൊ ഇവരൊക്കെ വീടുകൾ കയറി പോയോ, റോഡിൽ നിന്ന് പിടിച്ചിറക്കിയോ? പിന്നെ അപ്പച്ചന്മാരൊക്കെ റോഡിൽ നിന്നൊക്കെ ചിലയിടത്തൊക്കെ പ്രസംഗിക്കുന്നു, ചിലർ ട്രാക്ട് കൊണ്ട് കൊടുക്കുന്നു. അതൊക്കെ നിങ്ങളൊക്കെ സ്വാമിമാരൊക്കെ എത്രയോ വീടുകൾ, ഞങ്ങളൊക്കെ വീടുകൾ, എന്റെ കഴിഞ്ഞ ആഴ്ച ഒരു സ്വാമി എന്റെ കൂട്ടുകാരൻ പണ്ടത്തെ, അവന്റെ അടുത്ത് നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അവന്റെ ഒരു പുസ്തകം കൂടെ ഞാൻ വാങ്ങിച്ചു. എവിടെ മതപരിവർത്തനം? വിശ്വാസത്തിന്റെ അടിത്തറയായിരുന്നാൽ നീ നമ്മളെ വീട്ടിൽ ലോകം മുഴുവനുള്ള മതം വന്നാലും മതഗ്രന്ഥം അവിടെ വന്നാലും ആ അടിത്തറ തന്നെ. മനസ്സിലായല്ലേ? പിന്നെ അന്യദൈവങ്ങളെ പേര് പറഞ്ഞു വിളിച്ചു എന്നൊക്കെ പറയുന്നു. അത് ഇതിന്റെ പേരുകളൊക്കെ ഈ വരുന്നവര് അവരുടെ മാനസിക വിഭ്രാന്തിയിൽ ഞങ്ങൾ ഇതാണ്, ഞങ്ങൾ ഇത്ര വർഷമായി ഞങ്ങളുടെ ഉള്ളിൽ ഇതിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇവര് വിളിക്കുന്ന പേരുകളൊക്കെ ഞങ്ങൾക്ക് അറിയാവൂ, അല്ലാതെ പേരുകളൊന്നും അറിയത്തില്ല. പിന്നെ മതപരിവർത്തനം. ഇപ്പൊ ഞാൻ പറയട്ടെ, ഈ ബിനു വാഴമുട്ടത്തിന്റെ ചർച്ചിനകത്തിരുന്ന് ഒരു മുസ്ലിം പേര് സഹോദരൻ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ പോയോ? പറഞ്ഞേ, ഇദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കതവ് തുറന്ന് ഇപ്പൊ ഈ മുസ്ലിം സഹോദരന്റെ അടുക്കൽ ഇദ്ദേഹം വൈകൊണ്ടു സംസാരിച്ചെന്ന് പറഞ്ഞു. ഇപ്പൊ ഏത് മതമായിരുന്നാലും എവിടെ ആയിരുന്നാലും ആ മതത്തിന്റേതായ ചില ഭാഷകളും പിന്നെ ഉപദേശങ്ങളും ഒക്കെ ഉണ്ട്. ശരിയാണ്, കേരളത്തിലെ സവർണ ക്രിസ്ത്യാനികൾ ഇപ്പോൾ ഈ പണി ചെയ്യുന്നില്ല, അച്ഛന്മാരും കന്യാസ്ത്രീകളും ഇപ്പോൾ ആ പണി ചെയ്യുന്നില്ല. പക്ഷേ കേരളത്തിലെ പെന്തിക്കോസ്ത് സഭകൾ അത് അടിസ്ഥാനപരമായി ദളിതരാണ്, OBC വിഭാഗത്തിൽപ്പെടുന്നവരാണ്. അവരാണ് നോർത്ത് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും പോയി ഈ അടി മുഴുവൻ വാങ്ങിക്കുന്നതും ഇത് മുഴുവൻ ചെയ്യുന്നതും. ആസ് പെർ സ്ക്രിപ്ചർ നിങ്ങളുടെ പണി ഇത് തന്നെയാണ്. ഇപ്പം കത്തോലിക്ക സഭ എത്ര ന്യായം പറഞ്ഞാലും നിങ്ങളുടെ പണി ലോകമെങ്ങും പോയി എൻ്റെ സുവിശേഷം പറയുക എന്നത് തന്നെയാണ്. അപ്പോൾ പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ സുവിശേഷം എന്ന് പറഞ്ഞാൽ നല്ല വാർത്തയാണ്, അത് നല്ല കാര്യം പറയലാണെന്നൊക്കെ വേണം ഒരു വിഭാഗം പറയും. അതല്ല, ക്രിസ്തു മതത്തിലേക്ക് ആളുകളെ ചേർക്കലാണെന്നും വേറൊരു വിഭാഗം പറയും. ഏതുമായിക്കോട്ടെ, ഇത് രണ്ടിനും ഒരു പൗരൻ, ഇന്ത്യൻ ഭരണഘടന ആ സ്വാതന്ത്ര്യം തരുന്നുണ്ട്. ആ സ്വാതന്ത്ര്യമാണ് ഓരോ സംസ്ഥാനങ്ങളിലായിട്ട് കവർന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതാണ് അടിസ്ഥാന പ്രശ്നം. ആ വിഷയത്തിൽ കത്തോലിക്ക സഭ മിണ്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പം RC ചർച്ച്, പ്രൊട്ടസ്റ്റാന്റ്, പെന്തക്കോസ്ത് ചില വിഷയങ്ങളിലൊക്കെ ഉപദേശ വിഷയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ നിങ്ങളിൽ ഈ പിന്നെ ഗോമൂത്രം കുടിക്കുന്നവരുണ്ട്. ഇപ്പൊ അനിൽ നമ്പ്യാർ ഗോമൂത്രം കുടിക്കൂ. അതേപോലെ രാവിലെ എഴുന്നേറ്റ് ചാണക ബിസ്ക്കറ്റ് പിന്നെ കഴിക്കുന്നവരുണ്ട്. ഈ അവതാരകര് നിങ്ങളാരെങ്കിലും രാവിലെ എഴുന്നേറ്റ് ചാണക ബിസ്ക്കറ്റ് കഴിക്കുമോ? പിന്നെ തുണിയില്ലാതെയൊക്കെയുള്ള സന്യാസിമാരുണ്ട്. ഇവിടുത്തെ പിന്നെ ഐക്യവേദിയിലെ ലീഡേഴ്സ് ആരെങ്കിലും ഇങ്ങനെ നടക്കുമോ? ഇതൊക്കെ ഓരോരുത്തരുടെ ഒരു വിശ്വാസമാണെങ്കിലും വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളിലൊക്കെ ഈ എല്ലാ മതത്തിലുള്ളവർക്ക്, മറ്റേ മുസ്ലിം, ഷിയ, സുന്നി, പിന്നെ ഇതിനകത്ത് പിന്നെ ജൈനർ, ഈ പല ഇതൊക്കെ ഉണ്ടല്ലോ. അതേപോലെ ഇതിനകത്തും ഈ ഉപദേശം ബേസിക് ആയിട്ടുള്ള വിഷയം, അടിസ്ഥാനപരമായിട്ടുള്ള വിഷയങ്ങളിൽ അവർ കൈകോർക്കുമെങ്കിലും മറ്റു പല അഭിപ്രായങ്ങളിലൊക്കെയും തീരുമാനങ്ങളിലും ഭക്ഷണങ്ങളിലൊക്കെയും വേറിട്ട് നിൽക്കുന്ന അന്തരീക്ഷമുണ്ട്. അപ്പോ ഈ ബിനു വാഴമുട്ടത്തിന്റെ ഒക്കെ ചില പദപ്രയോഗങ്ങളൊക്കെ അല്ല അങ്ങേര് ശീലിച്ച ഒരു പെന്തക്കോസ്തിന്റെ ഒരു പദപ്രയോഗങ്ങൾ ഉണ്ടായിരിക്കാം. ഇദ്ദേഹം ഈ മുസ്ലിം സഹോദരന്റെ വീട്ടിനകത്ത് പോയിട്ട് ഇറങ്ങി ഖുറാന എടുത്തെറിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇത് അവിടുത്തെ ദൈവം അതല്ല എന്ന് പറഞ്ഞ് പിടിച്ചിറക്കി വലിച്ചു കെട്ടിക്കൊണ്ട് പള്ളിക്കകത്ത് കൊണ്ടുവന്നെങ്കിൽ മതപരിവർത്തനം എന്ന് പറയാം. ഇപ്പൊ നിങ്ങളൊക്കെ പറയടാ ജയ് ശ്രീറാം എന്നൊക്കെ എത്രയോ ക്ലിപ്പുകളൊക്കെ കാണുന്നില്ലേ? അതിന്റെ പേരാണ്ട ഈ മതപരിവർത്തനം എന്ന് പറയുന്നത്. ഇവിടത്തെ മറ്റേ ഹരേ കൃഷ്ണ എന്നൊക്കെ പറഞ്ഞ് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ടൊക്കെ ബുക്കുകളൊക്കെ കൊടുത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നില്ലേ? ഈ അമൃതാനന്ദമയുടെ അടുക്കലും മറ്റ് യോഗ സെന്ററുകളിലും എത്രയോ പേര് ക്രിസ്ത്യാനികളൊക്കെ അങ്ങോട്ട് മനം മാറി പോകുന്നുണ്ട്. ഏതെങ്കിലും ക്രിസ്ത്യാനികൾ നിങ്ങൾ തിരിച്ചു വരാൻ വേണ്ടി പറയുന്നത്, ഇതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ വിഷയം. ഇവിടെ അടി വാങ്ങിക്കുകയും കൊല്ലപ്പെടുകയും ജയിൽ കിടക്കുകയും ചെയ്യുന്നത് മുഴുവൻ ഇവിടുത്തെ ദളിതരായ ക്രൈസ്തവർ ഉൾപ്പെടുന്ന പെന്തക്കോസ്ത് സഭകളാണ്. അവർക്ക് വേണ്ടി ഒരാളും ഉണ്ടാവില്ല. ഇതിനിടയ്ക്ക് BJPക്കാർക്ക് ആള് മാറി കിട്ടുന്ന തല്ലാണ് ഈ അച്ഛന്മാർക്കും
കന്യാസ്ത്രീമാർക്കുള്ളത്. പൊതുവെ അവർ ചെയ്യാറില്ല ഇപ്പോൾ. പണ്ട് ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഈ പുതിയ കാലത്ത് അത് മാറി കുറച്ച് ഡിഫൻസിലേക്ക് അവർ പോയിട്ടുണ്ട്. അപ്പോൾ വിഷയം കത്തോലിക്ക സഭ മതപരിവർത്തനം നടത്തുന്നോ ഇല്ലെന്നുള്ളതല്ല. മതപരിവർത്തനം അല്ലെങ്കിൽ മതപ്രബോധനം എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ പൗരൻ്റെ അവകാശമാണെന്ന് പറയാതെ ഈ കേസരിയിലെ ലേഖനത്തിന് മറുപടിയില്ല. അതാണ് ഇതിൻ്റെ ക്രക്സ് വിഷയം. കേരളത്തിലെ PC ജോർജ് വേഴ്സസ് കത്തോലിക്ക സഭ നമ്മൾ നാളെ ചിലപ്പോൾ ഇവരെ ഒരു കസേരയിൽ ഒരു വശത്ത് കാണും. അതുകൊണ്ട് നിങ്ങൾ ഇനി ഹിന്ദു ഐക്യവേദി ഇനി മുസ്ലിം സഹോദരങ്ങളെയോ മറ്റിനി മാവോയിസ്റ്റ് ആരെ കൂട്ടുപിടിച്ച് ഇനി തകർക്കാൻ വേണ്ടി നോക്കിയാലും നിങ്ങൾക്ക് തകർക്കാൻ പറ്റുന്ന എന്തൊക്കെയുണ്ട്. ഈയിടെ ബിനു ഡൊമിനിക് അത് വേറൊരു കൂട്ടുകാരൻ, അല്ലെങ്കിൽ ബിനു വാഴമുട്ടത്തെ പിടിച്ച് പിന്നെ ജയിലിടാൻ പറ്റും. വേണമെങ്കിൽ പുറകെ നടന്ന് ഒരു ഇതൊക്കെ ഒരു ആണത്വമാണോ? ഇതൊക്കെ അല്ല, ഇതൊക്കെ ആണത്വം എന്നൊക്കെ പറയുമ്പോ മഹാഭാരതത്തിന്റെ കർണനെയാണ് ഓർമ്മ വരുന്നത്. മനസ്സിലായല്ലേ? അവൻ ആ കർണന്റെ ഒക്കെ ഒരു ആർജവും രോമാഞ്ചവും ഒക്കെയാണ് ഞങ്ങൾ പലപ്പോഴും ഒക്കെ സ്മരിക്കുന്നതും വയവിറക്കുന്നതും. അതുകൊണ്ട് ലക്ഷ്യം നേടാൻ ഇങ്ങനെയൊക്കെയുള്ള ഊളമാർഗങ്ങളൊന്നും ഉപയോഗിക്കരുത്. ലക്ഷ്യം വിശുദ്ധമാണ്, മാർഗവും വിശുദ്ധമായിരിക്കണം, അടിസ്ഥാനവും വിശുദ്ധമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വിജയം ഉണ്ടാകാൻ പറ്റും. അല്ലാതെയുള്ള ഇത് ഒരിടവും എത്താതെ തന്നെ പോകും എന്നതിൽ രണ്ടു പക്ഷമില്ല. അതുകൊണ്ട് ബിനു വാഴമുട്ടം ഒരു ഹിന്ദുക്കളുടെ വീടുകളിലും കയറി ഇറങ്ങി മതപരിവർത്തനം നടത്തിയിട്ടില്ല. അദ്ദേഹത്തെ തേടി വന്നവരോട് അദ്ദേഹത്തിന്റെ സന്തോഷം അദ്ദേഹം പങ്കുവയ്ക്കുന്നു ഭരണഘടനയുടെ വ്യവസ്ഥയ്ക്ക് അകത്ത്. പിന്നെ ഇവിടെ നടക്കുന്ന എല്ലാ ചർച്ചകളിലും ഒരാളും ഒരു വീട്ടിൽ പോയിട്ട് യവന്മാര് പറയും പോലെ ഭഗവത്ഗീത എടുത്ത് എറിഞ്ഞ് അവിടെ എറിഞ്ഞ് ഇങ്ങനെ ആരും ചെയ്യുന്നില്ല. അങ്ങനെ എറിഞ്ഞിട്ട് ഇവിടെ ആൾക്ക് നേട്ടമൊന്നുമില്ല. പിന്നെ പാസ്റ്ററെ ഞങ്ങൾക്ക് ഒരു നിവർത്തിയില്ല, എല്ലായിടവും പോയി, എല്ലാവരും കൈവിട്ടു എന്ന് പറഞ്ഞ് വരുന്ന നിസ്സഹായരുണ്ട്. അവരെ കൈവിടില്ല. അവർക്ക് ആശ്വാസം കൊടുക്കും, പ്രബോധനം കൊടുക്കും, ആത്മീക വർധനവ് കൊടുക്കും. അവർ വേരൂന്നപ്പെടും. സനാതന ശാശ്വത മാർഗത്തിലേക്ക് അവർ വഴി നടത്തപ്പെടും. അതിനെ തടയാൻ പറ്റില്ല. അത് ജീവന്റെ മാർഗമാണ്. അത് നിത്യജീവന്റെ മാർഗമാണ്. ഇതിന് ഏത് കാലഘട്ടത്തിൽ ഏതൊക്കെ ഉരുക്ക് സാമ്രാജ്യങ്ങൾ തകർത്തിട്ടുണ്ടോ അതെല്ലാം പിന്നത്തേതിലൊക്കെ അവരുടെ ചരിത്രം എന്ന് ഓർക്കുമ്പോൾ, അവരുടെ ചരിത്രം തന്നെ മനുഷ്യ മസ്തിഷ്കങ്ങളിലിരുന്നും അവരുടെ ചരിത്ര പുസ്തകങ്ങൾ വരെ തന്നെ ലൈബ്രറികളിൽ നിന്നും അപ്രത്യക്ഷമായിരിക്കുമ്പോൾ ഇന്നും ബൈബിളും അതിനകത്തുള്ള ജീവനും നദിയായി ഒഴുകുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിലൂടെയും ഈ സമയത്ത് സുഗമമായി ഒഴുകുവാൻ കഴിയും. ഇപ്പൊ പറഞ്ഞു ചെറുപോൽപ്പുഴയിൽ പിന്നെ ഭഗവത്ഗീത എടുത്തെറിഞ്ഞു, പിന്നെ അതെടുത്തെറിഞ്ഞു എന്ന് ആരുടെ എറിഞ്ഞത്? ഇതൊക്കെ തിരിച്ചു പറഞ്ഞിരുന്നെങ്കിൽ നീയൊക്കെയാണെങ്കിൽ ഇതിനെ ഒരു കേസായിട്ട് കൊടുക്കുമായിരുന്നു. നിങ്ങളൊക്കെ വീട്ടിലെ ഭഗവത്ഗീത എടുത്തെറിഞ്ഞു, രാമായണം എടുത്തെറിഞ്ഞു, എന്നെറിഞ്ഞു, ആരെറിഞ്ഞു? നിങ്ങൾക്കൊക്കെ വാർത്താ ദാരിദ്ര്യം അവരൊക്കെ. നിങ്ങൾക്ക് പറയുന്നില്ല, വെറും പങ്കിളിയാണ്. ഇവിടെ ക്രിസ്ത്യാനികൾ മതപരിവർത്തനം നടത്തുന്നില്ല. മതം മാറാൻ നിങ്ങൾ ആഗ്രഹിച്ചാൽ യഥാർത്ഥ മതം മാറ്റം ഇങ്ങനെയാണ്. എന്താണ് മതം? എന്താണ് മതം മാറ്റം? മതം മാറുന്നതിനുള്ള നിയമപരമായ നടപടികൾ എന്തൊക്കെയാണ്? ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, പാഴ്സി, ബുദ്ധ, സിഖ് തുടങ്ങിയ നിരവധി മതങ്ങളെക്കുറിച്ച് നമുക്കറിയാം. മാതാപിതാക്കളിൽ നിന്നും മതം ജന്മം കൊണ്ട് കൺഫർ ചെയ്ത് കിട്ടുന്നു. എന്നാൽ സ്വന്തം ഇഷ്ടപ്രകാരം ഒരാൾക്ക് മതം മാറാനും മറ്റൊരു മതം സ്വീകരിച്ച് അത് പ്രീച്ച് ചെയ്ത് ജീവിക്കാനും നമ്മുടെ രാജ്യത്ത് അവകാശമുണ്ട്. ഇതൊരു മൗലിക അവകാശമാണ്. ഔപചാരികമായി മതം മാറുന്നതിന് എന്തൊക്കെ നടപടികൾ ആവശ്യമുണ്ട്? മതം മാറ്റം ഫോർമലായി സ്ഥിരീകരിക്കുന്നതിന് കൺവെർഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. എന്തിനാണ് ഈ കൺവെർഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമായി വരുന്നത്? മതം മാറുന്നതോടുകൂടി അയാളുടെ പേഴ്സണൽ ലോ അനുസരിച്ചുള്ള ബാധ്യതകളും അതുപോലെ അവകാശങ്ങളും എല്ലാം മാറിമറിയുന്നു. വിവാഹം, പിന്തുടർച്ച അവകാശം തുടങ്ങിയവയിലെല്ലാം ഈ മാറ്റം പ്രതിഫലിക്കുന്നു. എങ്ങനെയാണ് മതം മാറുന്നത്? മതം മാറ്റം സ്വന്തം ഇഷ്ടപ്രകാരം വോളണ്ടറിയായി ചെയ്യുന്നതായിരിക്കണം. അതായത് ആരെങ്കിലും നിർബന്ധിച്ചതുകൊണ്ടോ ആരുടെയെങ്കിലും സ്വാധീന ശക്തിക്ക് വഴങ്ങിയോ ഏതെങ്കിലും ആനുകൂല്യങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടോ അത്തരം ഏതെങ്കിലും സ്വാധീന ശക്തിയാലോ ആകരുത് മതം മാറ്റം. അങ്ങനെ സ്വാധീന ശക്തിക്ക് വഴങ്ങിയുള്ള മതമാറ്റം നിയമം അംഗീകരിക്കുന്നില്ല. മതം മാറുമ്പോൾ നിയമപരമായി ചെയ്യേണ്ട നടപടികൾ ഇവയാണ്. മതം മാറുന്നയാൾ സ്വന്തം താല്പര്യപ്രകാരമാണ് മതം മാറുന്നതെന്ന് തെളിയിക്കുന്നതിന് ഒരു ജുഡീഷ്യൽ ടെസ്റ്റിന് വിധേയനാകേണ്ടതാണ്. പരപ്രേരണ കൂടാതെ സ്വന്തം ഇഷ്ടപ്രകാരം
സ്വതന്ത്രമായി ഒരു ജുഡീഷ്യൽ ഓഫീസറെ സമീപിച്ച് അദ്ദേഹത്തിന്റെ മുന്നിൽ ശപഥം ചെയ്തുകൊണ്ടാണ് മതം മാറ്റം തെളിയിക്കേണ്ടത്. നോട്ടറി പബ്ലിക്മാരെയാണ് ഇതിനായി ജുഡീഷ്യൽ ഓഫീസറായി നിയമിക്കപ്പെട്ടിരിക്കുന്നത്. മതം മാറുന്നതിനുള്ള ദൃഢമായ തീരുമാനം സ്റ്റാമ്പ് പേപ്പറിൽ ഒരു അഫിഡവിറ്റായി തയ്യാറാക്കി നോട്ടറി മുൻപാകെ ശപഥം ചെയ്ത് തെളിയിക്കേണ്ടതാണ്. കൂടാതെ ഈ മതം മാറ്റം മാലോകരെ അറിയിക്കുകയും വേണം. ഇതിനായി ഈ മതമാറ്റ വിവരം സർക്കാർ ഗസറ്റിൽ പരസ്യപ്പെടുത്തുന്നു. ഈ മതമാറ്റത്തോടൊപ്പം പേരുമാറ്റം, അതുപോലെ ഒപ്പുമാറ്റം ഇവ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ വിവരവും, ഏതെങ്കിലും രേഖകളിൽ മതം മാറ്റം ആവശ്യമെങ്കിൽ ആ രേഖയുടെ വിവരവും ഗസറ്റ് പരസ്യത്തിൽ ഉൾപ്പെടുത്തണം. ഗസറ്റ് പരസ്യം ചെയ്തു കഴിഞ്ഞാൽ പുതുതായി സ്വീകരിച്ച മതത്തിലെ ആചാര്യനെ കണ്ട് മതത്തിലെ അടിസ്ഥാന തത്വങ്ങൾ പഠിക്കുകയും ആ മതത്തിലെ വിശ്വാസ പ്രമാണങ്ങൾ പ്രകാരമുള്ള ചടങ്ങുകൾ ചെയ്ത് അവരിൽ ഒരാളായി ജീവിക്കുകയും വേണം. മതം മാറിയ ആളെ പുതുതായി ചേർന്ന മതത്തിലെ അംഗമായി അംഗീകരിക്കപ്പെടുകയും അങ്ങനെ അംഗീകരിച്ചതായി ആ മതത്തിലെ മറ്റംഗങ്ങൾ സാക്ഷ്യപ്പെടുത്തുകയും വേണം. ഇനിയാണ് കൺവെർഷൻ സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കേണ്ടത്. എങ്ങനെയാണ് കൺവെർഷൻ സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കുന്നതെന്ന് നോക്കാം. റവന്യൂ അധികാരികളാണ് കൺവേർഷൻ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നത്. ഓൺലൈനിലാണ് ഇതിന് അപേക്ഷിക്കേണ്ടത്. ഇ ഡിസ്ട്രിക്ട് കേരള എന്ന പോർട്ടലിലാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷയോടൊപ്പം ഉൾപ്പെടുത്തേണ്ട രേഖകൾ അപേക്ഷകനെ തിരിച്ചറിയുന്നതിനും സ്ഥിരതാമസം തെളിയിക്കുന്നതിനുമുള്ള ആധാർ കാർഡ്, റേഷൻ കാർഡ്, വോട്ടർ ID, മതം മാറ്റം നടത്തിയതിനുള്ള തെളിവുകൾ, അഫിഡവിറ്റ്, ഗസറ്റ് പരസ്യം, ശുദ്ധി സർട്ടിഫിക്കറ്റ് അതായത് മതസ്ഥാപനം നൽകുന്ന സർട്ടിഫിക്കറ്റ്, കൂടാതെ അതേ മതത്തിൽപ്പെട്ട 2 പേരുടെ സാക്ഷ്യപ്പെടുത്തലുകൾ, അതായത് മതം മാറിയാൾ സ്വീകരിച്ച മതത്തിലെ അംഗമായി അറിയപ്പെട്ട് ജീവിച്ചു വരുന്നതായും ആ മതം സ്വീകരിച്ച ആളെ അവരിലൊരാളായി അംഗീകരിച്ചു പോരുന്നുണ്ടെന്നുമാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ഇപ്രകാരം സാക്ഷ്യം നൽകുന്ന ആളുകൾ ഇൻഡിപെൻഡന്റ് വിറ്റ്നസ് ആയിരിക്കണമെന്നുണ്ട്. സ്വതന്ത്ര സാക്ഷ്യം. മതസ്ഥാപനത്തിന്റെ സർട്ടിഫിക്കറ്റ് നിർബന്ധമല്ല എന്നൊരു നിർദ്ദേശം വന്നിരുന്നു. കൺവേർഷൻ നടത്തുന്നതിന് മതസംഘടനകളുടെ സർട്ടിഫിക്കറ്റ് നിർബന്ധമില്ലെന്ന് കേരള ഹൈക്കോടതി നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണിത്. ഹിന്ദുമതത്തിലേക്ക് മതം മാറുമ്പോൾ 2 തരം മതം മാറ്റമുണ്ട്: കൺവേർഷൻ, റീകൺവേർഷൻ. ഹിന്ദുമതത്തിൽ നിന്നും വിട്ടുപോയവർ തിരികെ വരുന്നതിനാണ് റീകൺവേർഷൻ എന്ന് പറയുന്നത്. റീകൺവേർഷൻ നടത്തുന്നത് ഹിന്ദുമതത്തിലെ സംവരണം കിട്ടുന്നതിനു കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ഇവിടെ മതസംഘടനയുടെ ശുദ്ധി സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. ഇതിനായി അംഗീകരിക്കപ്പെട്ട മതസംഘടനകൾ ഇവയാണ്: അഖില ഭാരത അയ്യപ്പ സേവാ സംഘം, ആര്യ സമാജം തിരുവനന്തപുരം, ആര്യ സമാജം കോഴിക്കോട്, കേരള ഹിന്ദു മിഷൻ തിരുവനന്തപുരം, ശ്രീരാമദാസ മിഷൻ തിരുവനന്തപുരം. സംവരണം ലഭിക്കുമായിരുന്ന ജാതിയിൽപ്പെട്ടവർ തിരികെ ഹിന്ദുമതത്തിലേക്ക് വരുന്നതിനാണ് റീകൺവേർഷൻ എന്ന് പറയുന്നത്. ഇവർക്ക് കൺവേർഷൻ സർട്ടിഫിക്കറ്റ് അല്ല, മറിച്ച് റീകൺവേർഷനെ അടിസ്ഥാനമാക്കി കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് തന്നെയാണ് നൽകുന്നത്. ഇസ്ലാം മതത്തിലേക്ക് കൺവേർഷൻ നടത്തുന്നതിന് അംഗീകരിക്കപ്പെട്ട സംഘടനകൾ ഇവയാണ്: മൗനത്തുൽ ഇസ്ലാം അസോസിയേഷൻ പൊന്നാനി മലപ്പുറം, തെർബിയത്തുൽ ഇസ്ലാം സഭ കോഴിക്കോട്. ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുമ്പോൾ ബാപ്റ്റിസം സർട്ടിഫിക്കറ്റാണ് തെളിവ് രേഖയായി കണക്കാക്കുന്നത്. മതസംഘടനയുടെ സർട്ടിഫിക്കറ്റിനെ പൂർണ്ണമായി ആശ്രയിച്ചല്ല കൺവേർഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നത്. നേരെ മറിച്ച് റവന്യൂ അധികാരികളുടെ സ്വതന്ത്ര അന്വേഷണ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയാണ് തീരുമാനം കൈക്കൊള്ളുന്നത്.